ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റാണ് ജസ്ല സലീം. അപ്പോൾ കുറേ പേർക്കൊക്കെ ജസ്ല സലീമിനെ അറിയാൻ പറ്റുമായിരിക്കും. ഒരു 2 വർഷത്തോളമായി ജസ്ല സലീം എന്ന വ്യക്തി ഫേമസ് ആയിട്ട്. സംഭവം എന്താ ഞാൻ ചുരുക്കി പറയാം. പുള്ളിക്കാരി ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. മുസ്ലിം മതത്തിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടിയാണ്. വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല മതത്തിൽ. അപ്പോൾ പുള്ളിക്കാരി ചിത്രം നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് നമ്മുടെ ഹിന്ദു മത ദൈവമായിട്ടുള്ള ഉണ്ണിക്കണ്ണനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഉണ്ണിക്കണ്ണൻ്റെ, അതായത് കുട്ടി കൃഷ്ണൻ്റെ ഫോട്ടോകൾ വരയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് സക്സസ് ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരി അതൊരു പാഷനായി ഏറ്റെടുത്ത്, പിന്നെ ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് പുള്ളിക്കാരി ഒരുപാട് ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരച്ച് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലും, അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി, MP സുരേഷ് ഗോപി, പ്രധാനമന്ത്രി മോദി, ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ വരച്ചു കൊടുക്കുകയും അതൊക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒത്തിരി വൈറലായിട്ടുണ്ടാവും. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും കൂടി ആ കുട്ടീനെ സൈബർ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ കുട്ടി ഈ ഫോട്ടോസ് വരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയാസ് തന്നെയാണ് ഈ ജസ്ല സലീമിനെ എടുത്തു പൊക്കി വലിയ കൊമ്പത്തിരുത്തി ഫേമസ് ആക്കിയത്. നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കൂടെ തന്നെയാണ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയുകയാണ് ഈ പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം, അതായത് ഈ ഫോട്ടോസ് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ മാത്രമാണ് തലയിൽ തട്ടമിടുന്നത്. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, അല്ലാത്ത സമയത്ത് പുള്ളിക്കാർ തട്ട യൂസ് ചെയ്യുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജസ്ല സലീം എന്ന വ്യക്തിക്ക് ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ പുള്ളിക്കാരി തട്ട ഇട്ടിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ തട്ട ഇടാത്ത ഫോട്ടോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. തട്ട ഇടണോ വേണ്ടയോ, ഇനി ഏത് ചിത്രം വരയ്ക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തിൻ്റെ ഫോട്ടോ വരയ്ക്കണം, ഇതൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതിൻ്റെ പേരിൽ എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നോടെ അല്ലേ. വെറുതെ എന്തിനാണ് ഒരാളുടെ അന്നം മുടക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. ആ കുട്ടീൻ്റെ വഴിക്ക് വിടുക. അവർ ചിത്രം വരയ്ക്കുകയോ സെയിൽ ചെയ്യുകയോ തട്ടയിടുകയോ ഇടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പുതിയതായിട്ട് കേൾക്കുന്ന അടുത്തൊരു വാർത്തയാണ്, ജസ്ല സലീം എന്ന വ്യക്തി ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കണ്ണിയാണെന്നാണ് പുള്ളിക്കാരി എല്ലാവരും കൂടി പുള്ളിക്കാരനെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനെ അടിച്ചമർത്തുക, ഒരു കാലത്ത് പൊക്കി വെച്ച പോലെ തന്നെ നേരെ എടുത്ത് താഴെ ഇടുക, ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വിട്ടേക്ക്, ജീവിച്ചു പൊക്കോട്ടെ എല്ലാവരും.